ബേക്കറികളിലൊക്കെ കിട്ടുന്ന ഈ ഒരു പൊതി കേക്ക് കഴിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, എല്ലാം കൂടെ ചേർത്ത് 3 പ്രാവശ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മൾ അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു 6 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു സ്ക്വയർ ഉപയോഗിച്ച് എയർ ബബിൾസൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ടാപ്പ് കൂടി ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഓവനിലേക്ക് നമ്മൾ ഈ ഒരു ട്രേ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 180 ഡിഗ്രി തന്നെ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.